സിനിമയിൽ നിലനിൽക്കണമെങ്കിൽ ഭാഗ്യം വേണം, അതോടൊപ്പം കൗശലവും വേണം. ഇത് രണ്ടും ഇല്ലാത്ത ഒരു നടനായിരുന്നു വിൻസെന്റ്. 1970-കളിൽ മലയാള സിനിമയെ ത്രസിപ്പിച്ച വിൻസെന്റ് പ്രണയനായകനായും ആക്ഷൻ ഹീറോയായും ഒക്കെ തിളങ്ങി. വിൻസെന്റ് എറണാകുളത്തെ മെറ്റൽ ഹൗസ് എന്ന കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു. കമ്പനി സമരത്തെ തുടർന്ന് അടച്ചുപൂട്ടി. വിൻസെന്റ് ജോലി തേടി മദ്രാസിലെത്തി. അവിടെ ഒരു മ്യൂസിക് ബാൻഡിൽ ചേർന്നു. നന്നായി പാടാൻ അറിയാമായിരുന്നു വിൻസെന്റിന്. പിന്നീട് ഓട്ടോമൊബൈൽ കമ്പനിയിൽ മെക്കാനിക്കായി ജോലി ചെയ്തു. നടി ജയഭാരതിയുടെ വീടിനടുത്തായിരുന്നു വിൻസെന്റിന്റെ ഓട്ടോമൊബൈൽ കമ്പനി. വിൻസെന്റിൽ ഒരു നടനുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ജയഭാരതിയാണ്. ശശികുമാർ സംവിധാനം ചെയ്ത റസ്റ്റ് ഹൗസ് എന്ന ചിത്രത്തിലൂടെ വിൻസെന്റ് സിനിമയിലെത്തി. പ്രേംനസീർ നായകനായ ചിത്രം സൂപ്പർ ഹിറ്റ്. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല വിൻസെന്റിന്. പല വിധത്തിലുള്ള വേഷങ്ങൾ, ആക്ഷൻ രംഗങ്ങളായിരുന്നു വിൻസെന്റിന്റെ ഹൈലൈറ്റ്. ജയന് മുമ്പ് ഡ്യൂപ്പില്ലാതെ ആക്ഷൻ രംഗങ്ങൾ ചെയ്തിരുന്നു വിൻസെന്റ്. ചന്ദനച്ചോല എന്ന ചിത്രവും കനൽക്കട്ടകൾ എന്ന ചിത്രവും ഉദാഹരണം. ചന്ദനച്ചോലയിൽ അതിസാഹസികമായ സംഘട്ടന രംഗങ്ങൾ ഡ്യൂപ്പില്ലാതെ അദ്ദേഹം ചെയ്തു. കനൽക്കട്ടകളിൽ കാട്ടുവള്ളികളിൽ തൂങ്ങിയാടി സംഘട്ടനം നടത്തിയ അദ്ദേഹത്തിന് പരിക്കേറ്റു. മലയാളത്തിലെ ജെയിംസ് ബോണ്ട് എന്ന് അദ്ദേഹത്തിന് വിളിപ്പേര് വീണു. ഹോൾൺ ഓഫ് ചിരിയായിരുന്നു വിൻസെന്റിന്റെ ഹൈലൈറ്റ്. യുവതികളെ മയക്കുന്ന ചിരി. വിൻസെന്റും ജയഭാരതിയുമൊത്ത് നിരവധി സിനിമകളിൽ അഭിനയിച്ചു. ജയഭാരതിയും വിൻസെന്റും തമ്മിലുള്ള ബന്ധം ഒരു അതിര് കവിഞ്ഞപ്പോൾ ഹാരി പോത്തൻ വിൻസെന്റിനെ പിടിച്ച് വിരട്ടി. ജയഭാരതിയുമായി ഇനി ഒരുമിച്ച് അഭിനയിച്ചാൽ കൊന്നുകളയും എന്നായിരുന്നു ഹാരി പോത്തൻ്റെ ഭീഷണി. ഇതോടെ വിൻസെന്റും ജയഭാരതിയും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു. പ്രേംനസീർ വില്ലനായ ചിത്രത്തിൽ നായകനായ ചരിത്രവും വിൻസെന്റിനുണ്ട്. ചിത്രത്തിൻ്റെ പേര് അഴകുള്ള സെലീന. അതിൽ പ്രേംനസീർ ആയിരുന്നു പ്രതിനായകൻ, വിൻസെന്റ് നായകനും ജയഭാരതി നായികയും. കാഞ്ചന അടക്കമുള്ള തമിഴ് നടിമാർ ഈ ചിത്രത്തിൻ്റെ മാറ്റുകൂട്ടി. പ്രേംനസീറിൻ്റെ വില്ലനാകാൻ വിൻസെന്റിന് കഴിഞ്ഞത് ജയഭാരതിയുടെ ശുപാർശ മൂലമാണ്. ജയഭാരതിയും വിൻസെന്റും തമ്മിലുള്ള ബന്ധം സുദൃഢമായിരുന്നു. പക്ഷേ വിൻസെന്റിന് ജയഭാരതിയെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. ഹാരി പോത്തൻ്റെ ഗുണ്ടകളെ അദ്ദേഹം പേടിച്ചു. മധുവിധു എന്ന ചിത്രത്തിൽ ഡബിൾ റോളിൽ അഭിനയിച്ചു വിൻസെന്റ്. 80കളിൽ ജയൻ തരംഗം വീശിയടിച്ചപ്പോൾ വിൻസെന്റിന് സിനിമകൾ ഇല്ലാതായി മാറി. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ജയൻ തരംഗത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് പ്രേംനസീറിനും മധുവിനും സോമനും സുകുമാരനും മാത്രം. വിൻസെന്റ് നല്ല നടനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നടന വൈഭവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരൊറ്റ വേഷവും അദ്ദേഹത്തിന് കിട്ടിയില്ല. റൊമാൻറ്റിക് ആക്ഷൻ വേഷങ്ങളുടെ ചതുരക്കള്ളികളിൽ വിൻസെന്റ് ഒതുങ്ങിപ്പോയി. ജയൻ തരംഗം ആഞ്ഞടിച്ചപ്പോൾ വിൻസെന്റിന് സിനിമയില്ലാതായി മാറി. ജയൻ മരിച്ചപ്പോഴാകട്ടെ പുതിയ നടന്മാർ മലയാള സിനിമയിൽ കടന്നു വന്നു. രതീഷും രവീന്ദ്രനും ശങ്കറും മമ്മൂട്ടിയും ഒക്കെ കടന്നു വന്നു. ഇതോടുകൂടി വിൻസെന്റ് വില്ലൻ വേഷങ്ങളിലേക്കൊക്കെ ഒതുങ്ങി. വരന്മാരെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ രാജ്കുമാറിൻ്റെ വില്ലനായി വിൻസെന്റ്. വില്ലൻ വേഷങ്ങളിൽ ഒതുങ്ങിയ വിൻസെന്റ് സഹനടനായും ഒക്കെ പിന്നീട് IV ശശി ചിത്രങ്ങളിൽ വന്നു. IV ശശിക്ക് വിൻസെന്റിനെ വലിയ ഇഷ്ടമായിരുന്നു. തൻ്റെ സിനിമകളിലെല്ലാം വിൻസെന്റിന് അദ്ദേഹം ഒരു ചെറുവേഷമെങ്കിലും കരുതി വയ്ക്കുമായിരുന്നു. സിനിമയിൽ നിന്ന് ഔട്ടായപ്പോൾ ഹോട്ടലുകളിൽ പാടി അതിജീവനം നടത്തി വിൻസെന്റ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഏർപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സിനിമയില്ലാത്ത നാളുകൾ ദുരിതപൂർവമായിരുന്നു. സ്വന്തമായി സംവിധായകരെ സോപ്പിടാനോ അല്ലെങ്കിൽ നിർമ്മാതാക്കളെ സോപ്പിട്ട് നിൽക്കാനോ ഒന്നുമുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എങ്കിലും അദ്ദേഹം അഭിനയത്തെ സ്നേഹിച്ചിരുന്നു. IV ശശി തൻ്റെ ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് ഒരു റോൾ എപ്പോഴും കരുതി വച്ചിരുന്നു. വളരെ ചെറുപ്പത്തിലായിരുന്നു വിൻസെന്റിൻ്റെ മരണം. 43ാമത്തെ വയസ്സിൽ. മസ്തിഷ്ക ആഘാതമായിരുന്നു മരണകാരണമെന്ന് പറയുന്നു.
എന്തായാലും വിൻസെൻ്റ് മരിച്ചപ്പോൾ വലിയ വാർത്തകളൊന്നും പത്രങ്ങളിൽ വന്നില്ല. വിൻസെൻ്റ് മരിക്കുമ്പോൾ വിൻസെൻ്റ് സിനിമയിൽ നിന്നും ഏറെക്കുറെ ഔട്ടായി കഴിഞ്ഞിരുന്നു. ചെറു വേഷങ്ങൾ കിട്ടിയാൽ അഭിനയിക്കും എന്ന് മാത്രം. വിൻസെൻ്റ് ഒരു ദുരന്ത നായകനാണ്. വിൻസെൻറ്റിൻ്റെ ജീവിതം തന്നെ സിനിമയാക്കാൻ പറ്റിയ ജീവിതമാണ്. മറ്റൊന്നു കൂടിയുണ്ട്, തിളങ്ങി നിന്ന കാലത്ത് ശ്രീദേവി വിൻസെൻറ്റിനെ സ്നേഹിച്ചിരുന്നു. ശ്രീദേവി വിൻസെൻറ്റുമൊത്ത് പല പടങ്ങളിലും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ശ്രീദേവിയുടെ ആദ്യ കാമുകനായിരുന്നു വിൻസെൻ്റ് എന്നാണ് അന്നത്തെ പത്രക്കാർ പറയുന്നത്. വിൻസെൻറ്റിൻ്റെ കോഡ് ചിരിയിൽ ശ്രീദേവി മയങ്ങിപ്പോയി. പക്ഷേ ആ പ്രണയം പൂവണിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീദേവി പിന്നീട് ബോളിവുഡിൽ വിസ്മയമാവുന്നത് ദൂരെ നിന്ന് വിൻസെൻ്റ് നോക്കിക്കണ്ടു. വിൻസെൻ്റ് ശരീരം നന്നായി ശ്രദ്ധിച്ചിരുന്ന നടനായിരുന്നു. മദ്യപാനവും സിഗരറ്റ് വലിയും അടക്കമുള്ള ദുശീലങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വന്നത് മസ്തിഷ്ക ആഘാതം. എന്തായാലും വിൻസെൻ്റ് ഇന്നില്ല. വിൻസെൻറ്റിൻ്റെ ഭാര്യയും അടുത്തിടെ കാർ അപകടത്തിൽ മരണമടഞ്ഞു. വിൻസെൻറ്റിൻ്റെ മക്കൾ ഇപ്പോഴും സിനിമയിലുണ്ട്. അവസാന കാലത്ത് ജീവിക്കാൻ വേണ്ടി ഹോട്ടലുകളിൽ പാടാൻ പോയ സൂപ്പർ താരം, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ അതിജീവനം കണ്ടെത്തിയ സൂപ്പർ താരം, ഇതൊക്കെയായിരുന്നു വിൻസെൻ്റ്. ആരും അറിയാത്ത വിൻസെൻ്റ്. വിൻസെൻറ്റിൻ്റെ സിനിമകൾ പുതിയ തലമുറ ഒന്ന് കണ്ടു നോക്കണം. ചന്ദനച്ചോലകളും കനൽക്കട്ടകളും ഒക്കെ. ആക്ഷൻ വിസ്മയമാണ് വിൻസെൻ്റ് ആ ചിത്രങ്ങളിൽ തീർത്തത്. പിന്നീട് ജയൻ വന്നപ്പോൾ ജയൻ ആക്ഷൻ ഹീറോയും സൂപ്പർ താരവുമായി മാറി. ജയൻ വിൻസെൻറ്റിന് കിട്ടേണ്ട റോളുകളെല്ലാം ജയനിൽ നിക്ഷിപ്തമായി. ജയനത് മനോഹരമായി ചെയ്യുകയും ചെയ്തു. ജയൻ്റെ സ്റ്റൈൽ, ജയൻ്റെ ആക്ഷൻ, ജയൻ്റെ റൊമാൻസ് ഇതൊക്കെ പ്രേക്ഷകർ ഹൃദയത്തിലേറ്റിയപ്പോൾ വിൻസെൻറ്റിനെ മറന്നുപോയി പ്രേക്ഷകർ. വിൻസെൻ്റ് അതിൽ പരിഭവിച്ചില്ല. തനിക്ക് ചെറിയ വേഷം കിട്ടിയാൽ പോലും അതിൽ അഭിനയിക്കാൻ വിൻസെൻറ്റിന് വളരെ താല്പര്യമായിരുന്നു. വിൻസെൻ്റ്, രാഘവൻ, സുധീർ എന്നീ നടന്മാർ ഒരേ കാലത്ത് ഒരുമിച്ചാണ് പ്രവർത്തിച്ചത്. 70കളിൽ രാഘവനും വിൻസെൻറ്റിനും സുധീറിനും ധാരാളം സിനിമയുണ്ടായിരുന്നു. വിൻസെൻറ്റിൻ്റെ അഭിനയശേഷി വ്യക്തമാക്കുന്ന ഒരു സിനിമ അച്ചാണിയാണ്. അച്ചാണിയിൽ പ്രേം നസീറിൻ്റെ അനുജനായിട്ടാണ് വിൻസെൻ്റ് അഭിനയിച്ചത്. ഹൃദ്രോഗത്താൽ മരണമടയുന്ന വിൻസെൻറ്റിൻ്റെ രംഗം അച്ചാണി കാണുന്ന പ്രേക്ഷകരുടെ കണ്ണ് നനയിക്കും എന്നുള്ളത് ഉറപ്പ്. ആക്ഷൻ രംഗങ്ങൾ ചെയ്യാൻ വിൻസെൻറ്റിന് വല്ലാത്തൊരു ആവേശമായിരുന്നു. എത്ര സാഹസിക രംഗമായാലും ഡ്യൂപ്പില്ലാതെ അദ്ദേഹം ചെയ്യുമായിരുന്നു. പിന്നീട് ജയൻ വന്നപ്പോൾ ആക്ഷൻ രംഗങ്ങൾ ജയൻ ഡ്യൂപ്പില്ലാതെ ചെയ്തു. ജയന് പിന്നിൽ വലിയ വമ്പൻ ബാനറുകൾ അണിനിരന്നു. ജയൻ ഒരു തരംഗമായി മാറി. ഷോളാവാരത്ത് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുമ്പോൾ ജയന് വേണ്ടി തുന്നിയ വേഷങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ അതിലൊരു വേഷം പോലും ചെയ്യാൻ വിൻസെൻറ്റിന് കഴിഞ്ഞില്ല. ജയന് വേണ്ടി ഒരുക്കിയ തുഷാരത്തിൽ രതീഷ് വന്നു. ജയന് വേണ്ടി ഒരുക്കിയ സ്ഫോടനം സുകുമാരൻ ചെയ്തു. വിൻസെൻ്റ് അപ്പോഴേക്കും മറവിയിൽ ആയിക്കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, 43ാമത്തെ വയസ്സിൽ അന്ത്യം. യൗവനം ആഘോഷിച്ച് തീർക്കുന്നതിന് മുമ്പ് വിൻസെൻ്റ് വിട പറഞ്ഞു മലയാള സിനിമയിൽ നിന്ന്.